പെക്വാഡ് അതിന്റെ തുടർ യാത്രയിൽ മറ്റു പല കപ്പലുകളെയും കണ്ടുമുട്ടി. അതിലുള്ളവരോട് ക്യാപ്റ്റൻ അഹാബിന് ഒന്നേ ചോദിക്കുവാനുണ്ടായിരുന്നുള്ളൂ: നിങ്ങൾ ആരെങ്കിലും ഒരു വെള്ളത്തിമിംഗലത്തിനെ കാണുകയുണ്ടായോ? ഒടുവിൽ പെക്വാഡ് അഹാബിന്റെ ശത്രുവിന്റെ നികടത്തിൽ ചെന്നു കയറി. അവിടെ വെച്ചാണ് വർഷങ്ങൾക്ക് മുമ്പ് അയാൾക്ക് തന്റെ കാൽ നഷ്ടപ്പെട്ടത്. ആ കടലിടുക്കിൽ എത്തപ്പെട്ടതു മുതൽ അയാൾ ഇമവെട്ടാതെ ഇളകാതെ പെക്വാഡിന്റെ മുകൾ തട്ടിൽ തന്നെ നിൽപ്പായി. രാത്രിയോ പകലോ എന്നില്ലാത്ത ഒരേ നിൽപ്പ്, ഒരേ ലക്ഷ്യം. അഹാബിന്റെ താടി വളർന്നുകൊണ്ടിരുന്നു. ഉള്ളിൽ അയാളുടെ പകയും. അഹാബിന് കൂട്ടായി ഒരു നിഴലെന്ന പോലെ ഒരു പാഴ്സിയും ഉണ്ടായിരുന്നു. രണ്ടുപേരും പരസ്പരം സംസാരിച്ചിരുന്നില്ല. പക്ഷേ ഏതോ ഒരു അദൃശ്യ ശക്തിയാൽ അവർ പരസ്പരം ബന്ധിക്കപ്പെട്ടിരുന്നു. അഹാബ് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന സ്റ്റാർബക്കിനെ കണ്ടു. അയാൾ അവനെ മാടി വിളിച്ചു: സ്റ്റാർബക്ക്, എത്ര സൗമ്യമായ കാറ്റ് അല്ലേ? സ്റ്റാർബക്കിന് ചുമലിൽ കൈവച്ചുകൊണ്ട് കിഴവൻ പറഞ്ഞു: ഇതുപോലെയുള്ള ഒരു ദിവസമാണ് ഞാൻ എൻ്റെ ആദ്യത്തെ മിങ്കലവേട്ട നടത്തുന്നത്. അന്നെനിക്ക് 18 വയസ്സു പ്രായം. പിന്നീടങ്ങോട്ടു 45 വർഷങ്ങൾ നീണ്ട വിശ്രമമില്ലാത്ത തിമിംഗലവേട്ട. കടലിൽ തന്നെയായിരുന്നു എൻ്റെ ജീവിതം. പാവം എൻ്റെ ഭാര്യ. മധുവിധു കിടക്കയിൽ നിന്നും വിവാഹത്തിന്റെ പിറ്റേന്ന് തിമിംഗലവേട്ടയ്ക്കിറങ്ങിയവനാണ് ഞാൻ. ഹോ, എന്തൊരു ഭ്രാന്ത്! ഞാൻ മനുഷ്യനേക്കാളുപരി പിശാചായി മാറിയിരിക്കുന്നു. എൻ്റെ അടുത്തു വരൂ സ്റ്റാർബക്ക്. ഈ കടലും ആകാശവും കണ്ട് മടുത്തിരിക്കുന്നു. ഞാനൊരു മനുഷ്യന്റെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കട്ടെ. ആഹാ, നിന്റെ കണ്ണിൽ ഞാൻ എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും കാണുന്നു. സ്റ്റാർബക്ക്, ഞാൻ വഞ്ചി ഇറക്കുമ്പോൾ നീ ഒപ്പം വരരുത്. നീ വേട്ടക്കിറങ്ങേണ്ട. നിനക്കൊരാപത്തും വന്നുകൂടാ. ക്യാപ്റ്റൻ, അങ്ങ് എത്ര നല്ലവനാണ്. ഞാനൊന്ന് പറയുന്നത് ശ്രദ്ധിക്കൂ. നമുക്ക് ഈ യാത്ര മതിയാക്കാം. നമുക്ക് ആ ജന്തുവിനെ വേട്ടയാടണ്ട. നമുക്ക് നമ്മുടെ നാൻജക്കറ്റിലേക്ക് തിരിച്ചു പോകാം. അവിടെ എൻ്റെ മേരിയും കുഞ്ഞും എന്നെയും കാത്തിരിപ്പുണ്ട്. സ്റ്റാർബക്കിനു തന്റെ കരച്ചിൽ നിയന്ത്രിക്കാനായില്ല. പൊടുന്നനെ അഹാബിന്റെ ഭാവം മാറി. പൈശാചികത വീണ്ടും അയാളുടെ മുഖത്ത് മിന്നിമറയുവാൻ തുടങ്ങി. അയാളെ ഒരിക്കലും പിന്തിരിപ്പിക്കുവാൻ സാധിക്കില്ലെന്ന് അവനു മനസ്സിലായി. വിളറിയ മുഖത്തോടെ സ്റ്റാർബക്ക് നടന്നകം. നേരം പാതിരാ കഴിഞ്ഞു കാണും. അഹാബ് മണം പിടിച്ചു നോക്കി. തിമിംഗലത്തിന്റെ ഗന്ധം വായുവിൽ വളരെ ദൂരമെത്തും. അഹാബിന്റെ ആജ്ഞയനുസരിച്ച് കപ്പലിന്റെ ഗതി തെല്ലുന്നു മാറ്റി. കുറച്ചു മുമ്പിലായി
നേർത്തൊരു ജലധാര ദൃശ്യമായി. അഹാബ് നിമിഷങ്ങൾക്കകം ചണക്കൊട്ട വഴി പായ്മരത്തലപ്പിലെത്തി. പായ വിടവുകളിലൂടെ നോക്കിക്കൊണ്ട് അയാളൊരു പ്രത്യേക സ്വരത്തിൽ പറഞ്ഞു, "അതവൻ, മോബി ഡിക്ക്." എല്ലാവരും വശങ്ങളിലേക്ക് പാഞ്ഞു. മാസങ്ങളായുള്ള കാത്തിരിപ്പിനു ഫലം കണ്ടിരിക്കുന്നു. 1 മൈൽ അകലെയായി അവൻ മെല്ലെ മിന്നിമറയുകയാണ്. നിശബ്ദമായി വായുവിലേക്ക് ജലധാരകളെയ്തുകൊണ്ട് മോബി ഡിക്ക് അലസഗമനം ചെയ്യുന്നു. പായ്മരത്തലപ്പിൽ പറ്റിപ്പിടിച്ചിരുന്ന അഹാബ് ഒരു ഉന്മാദിയെപ്പോലെ അലറി, "ദേ അവൻ മുങ്ങാൻ തുടങ്ങുന്നു! 3 വഞ്ചികളും ഇറങ്ങട്ടെ! സ്റ്റാർബക്ക്, നീ കപ്പലിനെ നോക്കിക്കൊള്ളുവിൻ." കൊള്ളിമീനിനെ പോലെ അഹാബ് കപ്പൽ തട്ടിലെത്തി. 3 വഞ്ചികളും കടലിൽ ചാടി. പായകൾ ഉയർന്നു. തുഴകൾ അവയെ മുന്നോട്ടാഞ്ഞു. ഏറ്റവും മുന്നിൽ അഹാബ്. അയാളുടെ തോളിൽ ചോര കുടിച്ച് പാകം വന്ന ചാട്ടുളി. സമയം മധ്യാഹ്നമായിരിക്കുന്നു. ആഴ്ന്നിറങ്ങിയ പ്രശാന്തത. പിന്നിലെത്തിയ അപകടമറിയാതെ മോബി ഡിക്ക് വെള്ളത്തിനടിയിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടെങ്ങോ തറച്ച ഒരു കുന്തവും പേറിക്കൊണ്ട്. അഹാബ് തൻ്റെ തൊട്ടുമുന്നിലെത്തി നിൽക്കുന്ന ആ ജന്മശത്രുവിനെ പകയോടെ ഉറ്റുനോക്കി. പല ചിന്തകളും അയാളിൽ തിരയിളകി വന്നു. അയാൾ കാത്തുനിന്നു. മുങ്ങിക്കിടന്ന മോബി ഡിക്ക് വീണ്ടും പൊന്തുന്നതും കാത്ത്. കടലിൻ്റെ ആഴങ്ങളിൽ 2 നിര പല്ലുകൾ തിളങ്ങുന്നത് അഹാബ് കണ്ടു. പൊടുന്നനെ തുറന്ന വായും പടുകൂറ്റൻ ശരീരവുമായി മോബി ഡിക്ക് വഞ്ചിക്ക് മുന്നിൽ പ്രത്യക്ഷമായി. അഹാബ് ഞൊടിയിടയിൽ ചുക്കാനിൽ ചാടി വീണ് അത് തട്ടിത്തിരിച്ച് വഞ്ചിയെ മോബി ഡിക്കിൽ നിന്നും തട്ടിമാറ്റി. ചുക്കാൻ ഫെഡലാക്കി കൊടുത്ത് ചാട്ടുളി തൂക്കിയെടുത്തു. അഹാബിന്റെ തന്ത്രത്തെ വെല്ലുന്ന പോലെ മോബി ഡിക്ക് വഞ്ചിയുടെ അടിത്തട്ടിൽ ഉറക്കെ തല്ലുവാൻ തുടങ്ങി. പിന്നെ ചാഞ്ഞുകിടന്ന് വഞ്ചിയുടെ അണിയം മുഴുവൻ വായയ്ക്കകത്താക്കി. ആ വെള്ളത്തിമിംഗലം സെഡാർ മരത്തിൽ തീർത്ത ആ വഞ്ചിയെ കടിച്ചു കുടഞ്ഞു. നാവികരെയെല്ലാം തന്നെ അത് കടലിലേക്ക് എടുത്തെറിഞ്ഞു. പക്ഷേ അഹാബിനെ മാത്രം വഞ്ചിയിൽ നിന്നും കുടഞ്ഞെറിയാൻ അതിനു കഴിഞ്ഞില്ല. ഭ്രാന്തൻ അഹാബ് അതിൻ്റെ നീണ്ട താടിയെല്ലിൽ കടന്നു പിടിച്ചു. തിമിംഗലത്തിൻ്റെ വായ് പെട്ടെന്ന് തെന്നിമാറി. തിമിംഗലത്തിൻ്റെ പിടിയിൽ നിന്നും വഞ്ചിയെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇളകുന്ന കടലിൽ അയാൾ മുഖമടിച്ചു വീണു. തൻ്റെ തലയെ കുത്തനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തുകൊണ്ടിരുന്ന മോബി ഡിക്ക് പെട്ടെന്ന് തകർന്ന വഞ്ചിക്കു നേരെ നീന്തിയെടുത്തു. ഒരു ഭ്രാന്തമായ ആവേശത്തോടെ അത് അതിനെ തല്ലിത്തകർക്കുവാൻ തുടങ്ങി. അതിൻ്റെ ഉഗ്രമായ താടനങ്ങളിൽ കടൽ വെള്ളം ചുഴികളായിറങ്ങി. അസാധാരണമായ ധൈര്യത്തോടെ ക്യാപ്റ്റൻ ആ ചുഴികൾക്കുമേലെ പൊന്തിക്കിടന്നു. കിഴവൻ അഹാബിൻ്റെ നരച്ച തലയ്ക്കു ചുറ്റും അവനുണ്ടാക്കിയ ആ ചുഴി കറങ്ങിക്കൊണ്ടേയിരുന്നു.
മൊബിഡിക് വീണ്ടും അവൻ്റെ ഭീകരത കാണിച്ചു തുടങ്ങി. നാവികർ കിടുങ്ങി വിറച്ചു. കപ്പലിൻ്റെ പായ്മരത്തലപ്പിൽ ഇരുന്നവർക്ക് ശ്വാസം കഴിക്കുവാനായില്ല. ഉദ്വേഗത്തോടെ പാഞ്ഞെടുത്ത പെക്വാർഡിനെ നോക്കി അഹാബ് അലറി, അതവൻ്റെ മുതുകത്തുകൂടി കയറ്റൂ. പെക്വാർഡ് തിമിംഗലത്തിനും അതിൻ്റെ ഇരകൾക്കുമിടയിലായി കയറി നിന്നു. ഉള്ളിലടക്കിയ ക്രോധത്തോടെ മൊബിഡിക് നീന്തിയകന്നു. നേരം ഇരുട്ടടച്ചു. അഹാബ് നാവികരെ വിളിച്ചു വരുത്തി. രാത്രി ഒരു പോള പോലും കണ്ണടയ്ക്കരുത്. ഓർമ്മയുണ്ടല്ലോ, അവനെ എനിക്ക് കാട്ടിത്തരുന്നവനാണ് ഈ സ്വർണ്ണ നാണയം. അവനെ വീണ്ടും കാണുന്നത് ഞാൻ തന്നെയാണെങ്കിൽ ഇതിൻ്റെ 10 ഇരട്ടി സ്വർണം നിങ്ങൾക്ക്. അയാൾ തട്ടിൻ്റെ അടിഭാഗത്തേക്ക് ഇറങ്ങി. പ്രഭാതത്തിൻ്റെ ഓളപ്പരപ്പിൽ അവൻ വീണ്ടും അവരുടെ മുന്നിലെത്തി. ഇത്തവണ അവൻ അലസഗമനത്തിനല്ല അവരുടെ മുന്നിൽ തെളിഞ്ഞത്. അവൻ്റെ ഭയാനകമായ താണ്ഡവമാണ് അവർക്ക് മുന്നിൽ കാഴ്ചവെച്ചത്. ആഴിയിൽ നിന്നും ഒരു പർവ്വതം കണക്കെ അവൻ ഉയർന്നു പൊങ്ങി. അതിൻ്റെ പ്രതിഫലനമായി മൈലുകളോളം ചുഴറ്റി എറിയപ്പെടുന്ന തിരമാലകൾ. അതേ മൊബിഡിക്, നീ നിന്റെ അവസാനത്തെ ചാട്ടം ചാടിക്കോളൂ, കിഴവനലറി. 3 വഞ്ചികൾ അവനു നേരെ പാഞ്ഞെടുത്തു. മൊബിഡിക് ഒന്ന് തിരിഞ്ഞു. പിന്നെ വഞ്ചികൾക്കു നേരെ മിന്നൽ വേഗത്തിൽ ആഞ്ഞെടുത്തു. ഭ്രാന്തമായ വേഗത്തിലത് വഞ്ചികളെ വാൽ ചുഴറ്റി തകർക്കുവാൻ തുടങ്ങി. പിന്നെ കടലിനടിയിലേക്ക് ഊളിയിട്ടു. കടലിനടിയിലേക്ക് ഊളിയിട്ട തിമിംഗലം പൊടുന്നനെ മേലോട്ടു കുതിച്ചുയർന്ന് അഹാബിന്റെ വഞ്ചിയുടെ അടിത്തട്ടിൽ ആഞ്ഞടിച്ചു. വായുവിലുയർന്നു പൊങ്ങിയ വഞ്ചി കടലിലേക്ക് കൂപ്പുകുത്തി വീണു. അഹാബും കൂട്ടരും ജലചുഴിയിൽ നിന്നും ഒരുവിധം പുറത്തു ചാടി. എല്ലാം കണ്ടുനിന്ന പെക്വേർഡ് പാഞ്ഞുവന്ന് അവരെ കപ്പൽ തട്ടിലേക്കു വലിച്ചു കയറ്റി. തിമിംഗലം അതിൻ്റെ ഗതി മാറ്റി സാവധാനം അകന്നുപോയി. ക്യാപ്റ്റൻ അഹാബിൻ്റെ എല്ലുകാൽ പൊട്ടിപ്പോയിരുന്നു. അതിൻ്റെ സ്ഥാനത്ത് ഒരു കുറ്റി മാത്രമാണ് ഉള്ളത്. പക്ഷേ അതൊന്നും അയാളെ ഒട്ടും തന്നെ ബാധിച്ചില്ലെന്നു തോന്നി. കപ്പലിൽ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ എന്ന അഹാബിന്റെ ചോദ്യമാണ് പാഴ്സിയിലേക്ക് എല്ലാവരുടെയും അന്വേഷണം എത്തിച്ചത്. നാവികർ എല്ലായിടവും തെരച്ചിൽ തുടങ്ങി. എന്നാൽ കപ്പലിലെങ്ങും പാഴ്സിയുടെ നിഴൽ പോലും കാണുവാൻ അവർക്കായില്ല. പാഴ്സി അവരെ വിട്ടുപോയി എന്നുള്ള സത്യം ഉൾക്കൊള്ളാൻ അഹാബിന് കുറച്ചു പണിപ്പെടേണ്ടി വന്നു. ചുറ്റും പരന്ന കൂരിരുട്ടിൽ അഹാബിന്റെ മനസ്സ് പാഴ്സിയെ തേടി അലഞ്ഞുകൊണ്ടിരുന്നു. അടുത്ത പ്രഭാതം വിടർന്നു. പായ്മരത്തലപ്പിലെ കാവൽക്കാർ കടലിലേക്ക് ഉറ്റുനോക്കിയിരുന്നു. പെട്ടെന്ന് പെക്വേർഡ് പിന്നോക്കം തിരിഞ്ഞ് കാറ്റിനെതിരെ നീങ്ങി. ദൈവം നമ്മളെ ഇനി കാത്തു രക്ഷിക്കട്ടെ. എൻ്റെ അകത്തെ അസ്ഥികളെല്ലാം ഇതാ കുതിർന്നിരിക്കുന്നു. അവ എൻ്റെ മാംസത്തെ നരയ്ക്കും. ഈ
കിഴവനെ അനുസരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ നിഷേധിക്കുകയാണ്. സ്റ്റവ് തുറത്തുറത്തു. മണിക്കൂർ 2 കഴിഞ്ഞു കാണും. അണിയത്തിൽ നിന്നും കുറച്ചകലെയായി തിമിംഗലത്തിൻ്റെ ഉച്ഛ്വാസധാര ഉയർന്നു പൊങ്ങി. തെക്കോടിൽ നിന്നും വഞ്ചികൾ വീണ്ടും കടലിലേക്ക് എടുത്തു ചാടി. അഹാബ് പറഞ്ഞു, സ്റ്റാർബക്ക്, ഇതാ 3-ാം പ്രാവശ്യം എൻ്റെ ആത്മയാനം അതിൻ്റെ കടൽ യാത്രയ്ക്കിറങ്ങും. കപ്പലുകൾ മടങ്ങിവരുമെന്ന പ്രതീക്ഷയോടെ തുറമുഖങ്ങളിൽ നിന്നും പുറപ്പെടുന്നു. എന്നാൽ അവയിൽ ചിലത് എന്നേക്കുമായി നഷ്ടപ്പെടുന്നു. തിരപ്പൂക്കൾ കൊണ്ട് മകുടം ചാർത്തിയ ഒരു ശവപ്പെട്ടിയിലുള്ള മരണം എങ്ങനെയിരിക്കും സ്റ്റാർബക്ക്? അങ്ങനെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. മോനെ, എനിക്ക് വല്ലാതെ വയസ്സായിരിക്കുന്നു. കൈ തരൂ സ്റ്റാർബക്ക്, എന്നെ യാത്രയാക്കൂ. സ്റ്റാർബക്കിൻ്റെ കണ്ണിലൂടെ കണ്ണുനീർ തുള്ളികൾ ഒലിച്ചിറങ്ങി. എൻ്റെ ക്യാപ്റ്റൻ, ദയവായി അങ്ങ് പോകരുത്. പകരം ഞാൻ പോകാം. അവനെ കൊന്ന് തുണ്ടം തുണ്ടമാക്കി അങ്ങയുടെ കാൽക്കൽ കൊണ്ടിടാം. അല്ലെങ്കിൽ കീഴടങ്ങാതെ മരണം വരെ പൊരുതാം. അങ്ങ് പോകരുതേ. പക്ഷേ അതു കേൾക്കാൻ ക്യാപ്റ്റൻ അഹാബ് അവിടെ ഉണ്ടായിരുന്നില്ല. വഞ്ചികൾക്ക് അധികം മുന്നേറാനായില്ല. തിമിംഗലം മുങ്ങിക്കഴിഞ്ഞിരുന്നു. കപ്പലിൻ്റെ ഓരം ചേർന്ന് അഹാബ് മെല്ലെ മെല്ലെ മുന്നോട്ടു നീങ്ങി. അയാളുടെ കണ്ണുകൾ അവനെയും തേടി അലഞ്ഞുകൊണ്ടിരുന്നു. പൊടുന്നനെ മഹാസാഗരത്തിൻ്റെ അലകളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മൊബിഡിക്കിൻ്റെ രൂപം അവരുടെ മുന്നിൽ പ്രത്യക്ഷമായി. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കടൽ വെള്ളം ആർത്തലച്ചിരപ്പി. തലേനാൾ തറച്ചു കയറിയ ചാട്ടുളികൾ അപ്പോഴും അവൻ്റെ ദേഹത്തുണ്ടായി. അതിൻ്റെ തീവ്ര പ്രതികാരമെന്ന പോലെ തൻ്റെ വാൾ അതിവേഗത്തിൽ ചുഴറ്റി തല ഉയർത്തിക്കൊണ്ട് മൊബിഡിക് വഞ്ചികൾക്കു നേരെ പാഞ്ഞു വന്നു. കുന്തങ്ങളും ചാട്ടുളികളും അവൻ്റെ മേൽ മഴ കണക്കെ വീണുകൊണ്ടിരുന്നു. ഭ്രാന്തമായ വേഗത്തിൽ അത് വഞ്ചികളുടെ അണിയെ അടിച്ചു തെറിപ്പിച്ചു. അല്പനേരത്തെ പോരാട്ടത്തിനു ശേഷം അത് വഞ്ചികളിൽ നിന്നും അകന്നുമാറി നീന്തുവാൻ തുടങ്ങി. പെട്ടെന്ന് മൊബിഡിക് ഒരു മലക്കം മറിഞ്ഞു. അതിൻ്റെ പള്ള കണ്ട നാവികർ നിലവിളിച്ചു പോയി. അവിടെയതാ വരിഞ്ഞു കെട്ടിയ നിലയിൽ പാഴ്സിയുടെ ശവശരീരം. അതിൻ്റെ പകുതിയും നഷ്ടപ്പെട്ടു പോയിരുന്നു. അവൻ്റെ കണ്ണുകൾ തന്നെ തന്നെ നോക്കുന്നത് പോലെ അഹാബിനു തോന്നി. അയാളുടെ നെഞ്ച് പിടഞ്ഞുപോയി. ചാട്ടുളി താഴെ വീണു. ഇനി അവനെ കോർക്കാൻ ഞാൻ മാത്രം മതി. ഒരുത്തനും അനങ്ങിപ്പോകരുത്. എവിടെയാച്ച് കുത്താൻ? അഹാബിൻ്റെ അലർച്ച കടലോളങ്ങളിൽ ആഞ്ഞു പതിച്ചു. ഓ അഹാബ്, നിങ്ങളതിനെ വെറുതെ വിടൂ. ഈ ഭ്രാന്തൊന്നും മതിയാക്കൂ. മൊബിഡിക് നിങ്ങളെ തിരയുന്നില്ല, നീയാണ് അവനെ തിരഞ്ഞു നടക്കുന്നത്. കപ്പൽ തട്ടിൽ നിന്നും സ്റ്റാർബക്കിൻ്റെ കരച്ചിൽ ഉറക്കെ കേൾക്കാമായിരുന്നു.
കപ്പലിനെയും കടന്ന് നീങ്ങിപ്പോയ മൊബീഡിക്കിനു പിന്നാലെ അഹാബിന്റെ വഞ്ചി കുതിച്ചു പാഞ്ഞു. അത് തിമിംഗലത്തിന്റെ ഓരം ചേർന്നെത്തി. തന്റെ ഭ്രാന്തമായ ആവേശം കിഴവനിൽ വീണ്ടും ആളിക്കത്തി. അയാൾ തന്റെ ശരീരം വളച്ച് ആവുന്നത്ര ശക്തിയിൽ ചാട്ടുളി മൊബീഡിക്കിനുമേൽ വീശിയെറിഞ്ഞു. ആഴ്ന്നിറങ്ങിയ ചാട്ടുളി ആ മിണ്ടാപ്രാണിയെ പ്രാണവേദനയോടെ ചലിപ്പിച്ചു. വെട്ടിത്തിരിഞ്ഞ തിമിംഗലം വഞ്ചിയെ കുത്തിപ്പൊളിച്ചു. അതിലുണ്ടായിരുന്ന 3 ചാട്ടുളിക്കാരും കടലിലേക്കെറിയപ്പെട്ടു. എന്നാൽ അഹാബ് വിടാൻ ഭാവമില്ലായിരുന്നു. തൻ്റെ പുറകിലൂടെ വരുന്ന വഞ്ചികളുടെ ആരവം മൊബീഡിക്കിനെ ഒന്ന് നിശ്ചലമാക്കി. തിരിഞ്ഞു നോക്കിയ അവൻ്റെ കണ്ണിൽ പെക്വേർഡിൻ്റെ രൂപം തെളിഞ്ഞു. അടുത്തേക്ക് വന്നുകൊണ്ടിരുന്ന ആ വലിയ ശത്രുവിൻ്റെ നേരെ വായും പൊളിച്ചുകൊണ്ട് മൊബീഡിക് ആഞ്ഞെടുത്തു. തങ്ങളുടെ നേർക്ക് ആർത്തിരമ്പി വരുന്ന മരണത്തെ നോക്കി നാവികർ പെക്വേർഡിൻ്റെ അമരത്തിൽ നിന്നു. മൊബീഡിക്കിൻ്റെ ഉഗ്രതാഠനത്തിൽ പെക്വേർഡ് കുലുങ്ങി വിറച്ചു. അവൻ്റെ പ്രഹരങ്ങൾക്ക് കിടപിടിക്കുവാൻ തക്ക ശക്തിയില്ലാതിരുന്ന പെക്വേർഡ് കടലിൽ താണു തുടങ്ങി. പൊളിഞ്ഞ വഞ്ചിയിലിരുന്നു കൊണ്ട് അഹാബ് നിയന്ത്രണം വിട്ടലറി. എന്റെ പെക്വേർഡ്, ഞാനില്ലാതെയാണോ നീ പോകുന്നത്? ഹാ എന്റെ തിമിംഗലമേ, ഞാനിതാ നിന്നരികിലേക്ക് വരുന്നു. ഞാനിതാ എൻ്റെ അവസാനത്തെ കുന്തം നിന്നിൽ ചാണ്ടുന്നു. സർവശക്തിയുമെടുത്ത് അഹാബ് മിന്നൽ വേഗത്തിൽ തൻ്റെ അവസാനത്തെ ചാട്ടുളി മൊബീഡിക്കിനുമേൽ വലിച്ചെറിഞ്ഞു. മരണവേദനയോടെ മൊബീഡിക് മുന്നോട്ടു പാഞ്ഞു. അവൻ്റെ മേൽ ആഴ്ന്നിറങ്ങിയ ചാട്ടുളിയുടെ വടം അഹാബിൻ്റെ കഴുത്തിലൂടെ ചുറ്റപ്പെട്ടു. മിന്നൽ വേഗത്തിൽ അഹാബ് കടലിലേക്ക് എറിയപ്പെട്ടു. മുറുകിയ വടത്തോടൊപ്പം ക്യാപ്റ്റൻ അഹാബും ആഴിയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയി. പെക്വേർഡ് മുങ്ങിക്കഴിഞ്ഞിരുന്നു. അതിൻ്റെ മുകളിലെ പായ്മരത്തലപ്പ് മാത്രമേ കാണുവാനുണ്ടായിരുന്നുള്ളൂ. അതിലപ്പോഴും കാവൽക്കാരായ ചാട്ടുളിക്കാർ പറ്റിപ്പിടിച്ചിരുന്നു. എന്നാൽ മൊബീഡിക് ചുഴറ്റിയെറിഞ്ഞ ചുഴി സകലതിനെയും വിഴുങ്ങുവാനായി വായും പിളർന്ന് നിൽപ്പുണ്ടായിരുന്നു. കുന്തങ്ങളും തുഴകളും വഞ്ചികളും എന്നുവേണ്ട സകല ചരാചരങ്ങളും പെക്വേർഡിനോടൊപ്പം ആ ചുഴിയിലൂടെ മഹാസാഗരത്തിന്റെ അടിത്തട്ടിലേക്ക് അലിഞ്ഞുപോയി. ഈ കഥ നമ്മളോട് പറയുവാൻ ഇശ്മേൽ മാത്രം അവശേഷിച്ചു. വഞ്ചിയിൽ നിന്നും ചുഴറ്റിയെറിയപ്പെട്ട ഇശ്മേൽ ആ ഭയാനകമായ ചുഴിയുടെ വായവക്കോളം വരെ എത്തപ്പെട്ടു. ഏതോ ഒരു ദൈവനിയോഗം പോലെ ശാന്തനായ ചുഴിയിൽ നിന്നും അവനു താങ്ങായി ഒരു പെട്ടി ലഭിച്ചു. അതെ, പാവം കീക്കഗിനു വേണ്ടി പണി കഴിപ്പിച്ച ആ കറുത്ത പെട്ടി. അതിൽ തൂങ്ങി അവൻ ഒരു പകലും രാത്രിയും കടലിൻ്റെ ഏകാന്തതയിൽ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം
കടലിലൂടെ യാത്ര ചെയ്തിരുന്ന റേച്ചൽ എന്ന കപ്പലിൽ അനാഥനായ ഇഷ്മേലും ഉണ്ടായിരുന്നു. പ്രശസ്ത അമേരിക്കൻ കൃതിയായ മൊബി ഡിക്കിൻ്റെ സംഗ്രഹ ശബ്ദാവിഷ്കാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു കൊള്ളുന്നു. തുടർന്നുള്ള കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.